എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കായൽ എന്നാണ്. ഒരുപാട് കായൽമാരെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ കണക്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ജീവൻ എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്താ പറയുക, പെയിൻ ഉണ്ട്, ലവ് ഉണ്ട്, എന്താ പറയുക, സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ഇമോഷൻസും റോളർ കോസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സിനു ചേട്ടൻ ഇതിനു മുന്നേ 32 മൂവീസ് DOP ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇത് ഫസ്റ്റ് പടമാണ് ആസ് എൻ ആക്ടർ. പക്ഷേ ഈവൻ ദോ ഇറ്റ്സ് എ ഫസ്റ്റ് മൂവി, ഒരിക്കലും ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ലൈക്ക് ടെക്നിക്കലി വെരി നോളേജബിൾ പേഴ്സൺ ആണ്. അപ്പോൾ ഹീൽ ഓൾവേസ് ഹെൽപ്പ് യു ടെക്നിക്കൽ സൈഡ് ഓൾസോ. എന്താ പറയുക, ചേട്ടൻ്റെ ക്യാരക്ടറാണ് ജീവൻ, ഞങ്ങളുടെ കുട്ടീൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കനി. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാമിലി. പക്ഷെ അതിൽ ജീവന്റെ ലൈഫ് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്താ പറയാ, ചെറുപ്പം തൊട്ട് സിനിമയിൽ ആക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. സിനിമ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സിനിമകൾ കാണും. ചെറുപ്പത്തിൽ ഈ സിനിമകൾ കാണുമ്പോഴും എല്ലാം ഡാഡി പറഞ്ഞിരുന്ന ടെക്നിക്കൽ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഷോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഇത് ക്ലോസ് ഷോട്ടപ്പാണ്, അങ്ങനെ എപ്പോഴും സിനിമേനെ ഒരു ടെക്നിക്കലി കൂടിയാണ് കണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയാ, ഓൾവേസ് ലൈക്ക് ഐ തിങ്ക് സിനിമ ആഗ്രഹം വന്നത് ചിലപ്പോൾ ഡാഡിയുടെ റീസൺ ആയിരിക്കാം. ആൻഡ് യാ, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാ പടവും അങ്ങനെയാണ്. ഇതൊരു ചെറിയ പടമാണെങ്കിലും ഒരു അത്യാവശ്യം ഒരു സ്റ്റോറിയുള്ള ഒരു മൂവിയാണ്. എന്താ, എല്ലാവർക്കും എൻ്റർടൈനിങ് ആയിട്ട് തോന്നും. ബിക്കോസ് ജസ്റ്റ് ഒരു ഫാമിലി മൂവി എന്നല്ലാതെ അതിൽ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. സോ യാ, ഐ തിങ്ക് എല്ലാവരും 13th തിയേറ്ററിൽ വന്ന് മൂവി കാണണം. താങ്ക് യു.